ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ മനോഹറിൻ പോയ ആ ഒരു റൂമിൽ വന്നിട്ട് ബെല്ലടിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ബെല്ലടിക്കുമ്പോൾ അവിടെ ആരും വാതിൽ തുറക്കുന്നില്ല. അതേ സമയത്ത് മനോഹർ ആണെങ്കിൽ അവളെ എത്തി നോക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ സരയുവിന് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. താഴോട്ട് ചെന്നിട്ട് റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുകയാണ്, അതെ അവിടെ ആരും ആ റൂം തുറന്നില്ലല്ലോ, അവിടെ ലോക്കാണല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് എങ്കിൽ അവര് കോൺഫറൻസിലായിരിക്കും എന്ന് അവിടുത്തെ ആയൊരു റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ പറയാണ്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീറ്റിംഗ് ഒക്കെ നടക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നടക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണോ വരാറ് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ആ റൂമിലുണ്ടായിരുന്നത് ഒരു മലയാളിയാണ്, അമേരിക്കൻ മലയാളി, മെറീന എന്നാണ് പേര് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേയോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും നമ്മുടെ സരയു ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ കോൺഫറൻസ് ഹാളിലേക്ക് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പുറത്തുനിന്ന് ആരെയും ഞങ്ങൾ വിടാറില്ല, പക്ഷേ മനോഹർ സാറിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് മാഡത്തിന് പോവാമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കടക്കില്ല, മനുവേട്ടൻ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും എന്ന് പറയാണ്. ശരി മേഡം എന്നങ്ങനെ റിസപ്ഷനിസ്റ്റ് പറയുകയാണ്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ മനോഹർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ആ കോൺഫറൻസ് ഹാളിൻ്റെ ആ ഡോറ് തുറന്ന് അകത്തേക്ക് വരികയാണ്. പെട്ടെന്ന് അവിടെ വലിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കൊറിയയിൽ നിന്ന് വന്ന വലിയൊരു ആളും അവിടുത്തെ ഓഫീസർ ആൾക്കാരൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെറീനയാണ് അതിന് മറുപടി പറയുന്നത്. മെറീന പറയുന്നുണ്ട്, അത് എൻ്റെ ഫ്രണ്ടാണ് മനോഹർ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്നാൽ ഇവിടെ വന്നിരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനോഹറും കൂടി അവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അയാൾ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ ഈ വിൻഡ് മില്ലിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മനോഹറിനൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും എല്ലാം മനസ്സിലാകുന്ന പോലെയൊക്കെ ഇങ്ങനെ വലിയ ആളെ പോലെ ഇരിക്കുകയാണ്. അതേ സമയത്താണ് സരയും ആ ഡോറിൻ്റെ പുറത്ത് വന്നിട്ട് ആ ചില്ലിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിലേക്ക് നോക്കുന്നത്. മനോഹറും തൻ്റെ മനുവേട്ടനും ആ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന കാഴ്ച കണ്ട് സരയുവിന് സന്തോഷം അടക്കാനാകുന്നില്ല. എന്തായാലും സരയു നോക്കുന്ന കാര്യം മനോഹറും അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട് ഇടകണ്ണിട്ടിട്ട്. അങ്ങനെ സരയു അവിടെ നിന്നിട്ട് പോവുകയാണ്. മനോഹറിനും ഒരു ആശ്വാസമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെറീന ചോദിക്കുകയാണ്, എന്താ പറ്റിയെന്ന് ഇങ്ങനെ പതുക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സരയു നേരെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മനോഹർ അപ്പോഴേക്കും ഒരു മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് മെറീനയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസപ്ഷനിൽ ചെന്നിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് പറയുകയാണ് നമ്മുടെ സരയു, ഞാൻ ഇവിടെ വന്ന കാര്യം മനുവേട്ടനോട് പറയണ്ട കേട്ടോ എന്ന് പറയാണ്. അതെന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട, ഞാൻ ഈ വഴി പോകുമ്പോൾ പെട്ടെന്ന് ഇതിലെ മനുവേട്ടൻ ഈ ഹോട്ടലിലേക്ക് കയറി വരുന്നത് കണ്ടു, അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, ഇവിടെ ഇതുപോലെ മീറ്റിങ്ങിന് വന്നതാണെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴും, അതിനെന്താ അങ്ങനെ പറഞ്ഞാൽ പോരെ സാറിനോട് എന്ന് ആ റിസപ്ഷനിസ്റ്റ് ചോദിക്കുമ്പോൾ, അത് വേണ്ട പറയണ്ട എന്ന്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സരയു പോവുകയാണ്. എന്തായാലും നമ്മുടെ മനോഹറിന് സന്തോഷമാകുന്നുണ്ട്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മെറീനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മെറീന പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് നേരം രാത്രി സമയത്ത് സംസാരിക്കാറുണ്ട്, പക്ഷെ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ. അത് പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ല, ഞാൻ രാത്രി സമയത്ത് മണിക്കൂറോളം സംസാരിക്കാനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ടല്ലോ, പിന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും മനോഹർ ഫോൺ എടുക്കാറില്ല, പക്ഷെ എന്നെ വിളിച്ചാൽ ഞാൻ അപ്പോൾ ഫോൺ എടുക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് മനോഹർ പറയുന്നു. എന്തായാലും നമ്മുടെ മെറീന പറയുകയാണ്, അതെ ഞാൻ മനോഹറിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അത് എൻ്റെ രണ്ടാമത്തെ വിവാഹമായിരിക്കുമെന്ന് പറയുമ്പോൾ മനോഹർ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ എന്തായാലും ഫോൺ ചെയ്യുന്ന സമയത്ത് അതൊന്നും പറയാതിരുന്നത് വേറൊന്നുമല്ല, എനിക്ക് മനോഹറിനെ നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ കല്യാണം ആദ്യമേ കഴിഞ്ഞതാണ്, പിന്നെ പൊരുത്തപ്പെട്ട് പോകാൻ സാധിച്ചില്ല, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്തതാണ് എന്നും കൂടി മെറീന പറയുന്നുണ്ട്. അപ്പോൾ മനോഹർ പറയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. മെറീനയുടെ ഭർത്താവ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല, ഞങ്ങളൊരു 6 മാസം മാത്രമേ ജീവിച്ചുള്ളൂ, നല്ല സുന്ദരമായ ജീവിതമായിരുന്നു. സ്നേഹിക്കുന്നതിന് മുൻപ് എങ്ങനെയാണോ ജീവിതം അതിനേക്കാളും സുന്ദരമായതായിരുന്നു ഞങ്ങളുടെ 6 മാസത്തെ ജീവിതം, പക്ഷേ എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് എന്നും കൂടി പറയുന്നുണ്ട്.
ആണോ എന്ന് മെറീന ചോദിക്കുകയാണ്. അതെ, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട് എൻ്റെ ബന്ധത്തിൽ നിന്ന് തന്നെ. പിന്നെ ഡിവോഴ്സ് ആയവരും രണ്ടാമത്തെ വിവാഹം കഴിക്കാനൊക്കെ അതിലൊരു പെണ്ണ് ഈ ഏത് സമയത്തും നമ്മുടെ റൂമിലേക്ക് തള്ളിക്കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് എന്നും കൂടി മനോഹർ പറയാണ്. എന്തായാലും മനോഹർ വീണ്ടും നുണകളൊക്കെ പറഞ്ഞ് മെറീനയെ വശത്താക്കുകയും ചെയ്യുന്നുണ്ട്. മെറീനയുടെ സ്വപ്നങ്ങളൊക്കെ പറയുകയാണ്. നമ്മൾക്ക് സുന്ദരമായി ജീവിക്കണം, നമ്മൾക്ക് അമേരിക്കയിലോട്ട് പോകണം, എനിക്ക് ആയിരക്കണക്കിന് സ്വത്തുക്കളാണുള്ളത്, കോടികളാണ് എനിക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പല അവളുടെ സ്വത്തുക്കളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനോഹർ നല്ല സന്തോഷമാവുന്നുണ്ട്. മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഈ കൊമ്പ് തന്നെ മതി, വേറൊരുത്തിൽ ഇനി പോകണ്ട എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ടൂറ് പോകണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, നമുക്ക് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അത് മെറീനയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം ചെയ്യാമെന്ന് മനോഹർ വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സരയു നേരെ വീട്ടിലെത്തിയിട്ട് അവിടെയാണെങ്കിൽ നമ്മുടെ രാഹുലും ശാരിയും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ കൈയൊക്കെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് ശാരി. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കലി തുള്ളി സരയു വന്നിട്ട് പറയുന്നുണ്ട്, അതെ, നിങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓരോ സംശയങ്ങൾ മനുവേട്ടനെ പറ്റി വിത്തിടുന്നത്. എൻ്റെ മനുവേട്ടൻ അങ്ങനത്തെ ഒരാളൊന്നല്ല. പിന്നെ പലരും പലതും എന്നോട് പറയുന്നത് കൊണ്ട് ഞാൻ മനുവേട്ടൻ്റെ പുറകെയായിട്ട് പോയതാണ്. പക്ഷേ മനുവേട്ടൻ ശരിക്കും ഒരു മീറ്റിങ്ങിൽ തന്നെയായിരുന്നു, ഒരു കോൺഫറൻസ് ഹാളിലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട്, ഇനി മേലാൽ എൻ്റെ മനുവേട്ടനെ പറ്റി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കുത്തിക്കൊല്ലും എന്നിങ്ങനെ പറയുന്നുണ്ട്. മോളെ, അവൻ അത്ര വെടുപ്പല്ല എന്ന് മാത്രം മോൾ മനസ്സിലാക്കി, ഒന്നും പറയണ്ട എന്നും പറഞ്ഞു അങ്ങനെ സരയാണെങ്കിൽ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രാഹുൽ പറയാണ്, അവൻ്റെ നട്ടു ഒടിച്ചിടാൻ ആരും ഇല്ലാതായി പോയല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ട്, ഒരാളുണ്ട്, ആ ആളാണല്ലോ ഇപ്പം കിടക്കുന്നത് നടു ഒടിഞ്ഞിട്ട് എന്നിങ്ങനെ ശാരി പറയുന്നുണ്ട്. അതെ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വല്ല ആയുർവേദ ആശുപത്രിയിൽ പോയി കിടക്കാൻ നോക്ക്, നിങ്ങൾ ഈ ബലമുള്ള കൈയൊന്നും ഒഴിയണമെന്ന് എളുപ്പമല്ല എന്നിങ്ങനെയൊക്കെ ശാരിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ അമ്മമ്മ താമസിക്കുന്ന സായാഹ്നത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സായാഹ്നത്തിൽ വന്നിട്ട് അവിടുത്തെ വാർഡനെ കണ്ടിട്ട് മേഡത്തിനെ കണ്ടിട്ട് പറയുകയാണ്, ഞാൻ പ്രകാശനാണ്, ഇവിടുത്തെ ഭാനുമതി അമ്മയുടെ മകനാണെന്ന് പറയുമ്പോൾ, ഓ അതാണ് എവിടെയോ കണ്ട പോലെ, എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അമ്മയെ കാണാനും മേഡത്തിനോട് ഒരു കാര്യം സംസാരിക്കാനും വന്നതാണ്, എന്താ എന്നോട് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്, ഒറ്റക്കാലാണ്, ഈ കാലം വെച്ചിട്ട് എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് വേറൊരു ആശ്രയമില്ല, അപ്പോൾ ഈ കാലം എങ്ങനെയാണ് ഒടിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രകാശൻ ഒന്ന് പരിക്കുമ്പോൾ, നിങ്ങളുടെ അമ്മ തല്ലി ഒടിച്ചത് അല്ലേ, അതൊക്കെ എനിക്ക് എല്ലാതും അറിയാം, നിങ്ങളുടെ അമ്മ തല്ലി ഒടിച്ചതിന് ശേഷം എൻ്റെ അരികിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തും അമ്മയെ തേടി പോലീസ് എത്തുമെന്നും പറഞ്ഞു, എന്നെ രക്ഷിക്കണമെന്നും കൂടി പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ, എന്തേ നിങ്ങൾ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാഞ്ഞത്, പോലീസ് എന്തേ വരാഞ്ഞതെന്ന് പ്രകാശനോട് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ സ്വന്തം അമ്മയ്ക്കെതിരെ കേസ് കൊടുത്ത് അത്ര കണ്ണിച്ചോരില്ലാത്തവനല്ല എന്ന് പ്രകാശൻ പറയുമ്പോൾ, നിങ്ങളുടെ കണ്ണിച്ചോരയുടെ കാര്യമൊന്നും പറയണ്ട, എന്തായാലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഞാനൊരിടം തരില്ല, അത് ഉറപ്പാണ്, നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ പുറത്തുണ്ടല്ലോ, അവിടെ പോയി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അമ്മയെ കാണണമെങ്കിൽ കാണാം. അങ്ങനെ പ്രകാശൻ ഒന്നുകൂടി കെഞ്ചി നോക്കുന്നുണ്ടെങ്കിലും ആ മേഡം സമ്മതിക്കുന്നില്ല. എന്തായാലും ഭാനുമതി അമ്മയെ കാണാൻ വേണ്ടി പ്രകാശൻ ഉന്തി ചെല്ലുന്നുണ്ട്. ഭാനുമതി അമ്മ ചോദിക്കുന്നു, എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അമ്മയെ കാണാനും ഈ സായാഹ്നത്തിൽ ഒരു ഇടം കിട്ടുമെന്ന് അറിയാനൊക്കെ വന്നതാണ്. എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇത്, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് ഇതിനേലും വലിയ അവസ്ഥ വരണോടാണ്, എനിക്ക് ഒരു കാര്യം ചെയ്യും, നിന്റെ 3 പെൺമക്കളുണ്ടല്ലോ, ആ 3 പെൺമക്കൾ നിന്നെ സ്നേഹിച്ച് നിന്നിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു, നിന്റെ രാജകുമാരൻ ജയിലുണ്ടല്ലോ, അവനെ ചെന്ന് കാണാട, അവൻ നിന്നെ സംരക്ഷിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, എന്തായാലും നീ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, ആര് സമ്മതിച്ചാലും നിന്നെ ഞാൻ ഇവിടെ നിർത്തില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത് വേറൊന്നല്ല, എനിക്കിഷ്ടം പോലെ ബന്ധുക്കളുണ്ട്, അവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരെ പോയി കാണാറുണ്ട്, കാർത്തികയും കല്യാണിയും കാദംബരിയും ഒക്കെ ഞാൻ കാണാറുണ്ട്, അവരെന്നെ അവിടേക്ക് ക്ഷണിക്കുന്നുമുണ്ട്, പക്ഷേ ഇവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം, അവരൊന്നും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല, നിനക്ക് അങ്ങനെ ഒരാളുണ്ടാവില്ലടാ, നിനക്ക് ബന്ധുക്കളൊക്കെ നീ വെറുപ്പിച്ച് നിർത്തിയിരിക്കല്ലേ, എവിടെ ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറഞ്ഞ് പ്രകാശനൊന്ന് തട്ടുന്നുണ്ട് നമ്മുടെ ഭാനുമതി അമ്മ. അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്